ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായ ഒരു അറിവില്ലാതെ നമ്മൾ വിധിക്കരുത്, ജഡ്ജ് ചെയ്യാൻ പോകരുത്, വിമർശിക്കാൻ പോകരുത്. അത് തർക്കങ്ങളും പ്രത്യാഘാതങ്ങളും മുറിവുകളും ഒരുപാട് പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടുന്നു. കണ്ട മാത്രയിൽ, കേട്ട മാത്രയിൽ, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ചിലപ്പോൾ സത്യമാകണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ടത് പോലും അർത്ഥസത്യങ്ങളായിരിക്കാം. ഒരു ചെറിയൊരു കഥയിലൂടെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാനിത് പറഞ്ഞുതരാം. 5 അന്ധന്മാർ ഒരു ആനയെ കണ്ട കഥയാണ് എൻ്റെ കുട്ടികൾക്ക് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. 5 പേരും കേട്ടറിവ് മാത്രമേ ആനയെക്കുറിച്ചുള്ളൂ. ആന നാട്ടിലെത്തിയപ്പോൾ കാണാനായി ഇവരെത്തി. 5 പേരും ഈ ആനയുടെ 5 ഭാഗത്താണ് തൊട്ട് നോക്കിയത്. തുമ്പിക്കൈ, ചെവി, കൊമ്പ്, ഉടൽ, ആനയുടെ കാല്, ആനയുടെ വാല്. 5 പേരും 5 വിധത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ തിരിച്ചു വരുന്ന വഴിയിൽ ഒരാൾ കണ്ടത് കുന്തം പോലെയാണ് ആനയെന്നും മറ്റൊരാൾ വലിയൊരു മതിൽ പോലെയാണെന്നും മൂന്നാമത്തെ ആൾ പറഞ്ഞതോ ഇതൊരു ചൂല് പോലെയാണെന്നും നാലാമത്തെ ആൾ ഒരു തൂണ് പോലെയാണെന്നും വേറൊരാൾ ആനയുടെ മുറം, ചെവിയെ മുറം പോലെയാണെന്നും ഒക്കെ പറഞ്ഞു. ഈ 5 വിധത്തിൽ അവർ കണ്ടു. അപ്പോൾ 5 പേരും തമ്മിൽ തർക്കങ്ങളായി. ഞാൻ കണ്ടതാണെന്ന് ശരിയെന്ന് ഓരോരുത്തരുമായി തർക്കിക്കാൻ തുടങ്ങി. ശരിക്കും അർത്ഥസത്യമാണ് 5 പേരും കണ്ടത് 5 വിധത്തിലാണെന്നുള്ളത്. അവരുടെ കാഴ്ചയില്ലായ്മയാണ് ഇവിടെ പ്രശ്നമായത്. ഇത് കണ്ട് കേട്ടും വന്ന ഒരു വഴിയാത്രികൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ കണ്ടത് 5ഉം ശരിയാണ്. ഈ 5ഉം ചേർന്നതാണ് ആന. ഉടലും തുമ്പിക്കൈയും കാലും വാലും ചെവിയും എല്ലാം കൊമ്പും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ആന. ഇതുപോലെയാണ് അവർക്ക് ആ വഴി പോക്കാൻ തിരിച്ചറിവുണ്ടാക്കി കൊടുത്തു, ശരിക്കുള്ള അവബോധമുണ്ടാക്കി കൊടുത്തു ആനയെക്കുറിച്ച്. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു പൂർണ്ണമായ ഒരു അവബോധമുണ്ടാക്കി കൊടുക്കണം. നമ്മൾ എത്ര ശ്രമിച്ചാൽ തന്നെ ചിലതൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും പൂർണ്ണമായും സത്യങ്ങളായിരിക്കുകയില്ല. ശരിയായ ജ്ഞാനം കിട്ടാതെ, ശരിയായ ഒരാളെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ ശരിയായി മനസ്സിലാക്കാതെ നമ്മളൊരാളെ വിധിക്കാൻ പാടില്ല. നമ്മളതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. കാരണം അതൊരുപാട് മുറിപ്പെടുത്തലുകളുണ്ടാവും, തമ്മിലടിയുണ്ടാവും. ആ വഴിയാത്രികൻ വന്നില്ല എങ്കിൽ 5 പേരും തമ്മിലടിച്ച് അവരുടെ അവസ്ഥ എന്തുമാകുമായിരുന്നു? അവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ തകർന്നു പോകുമായിരുന്നു. അപ്പോൾ ശരിയായ കാഴ്ച ഉണ്ടാകാൻ കൂടി നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഈ കഥ ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുക.